വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ സ്ക്വയർ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അതായത് സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും. അതിൻ്റെ നമ്മൾ പാർട്ട് 1, 2, 3 ഇട്ടിട്ടുണ്ട്. പാർട്ട് 4 ആണ്. അതിനകത്തിൽ ഓരോ എക്സർസൈസ് ക്വസ്റ്റ്യനുകളാണ് നോക്കണേ. ചുവടെയുള്ള ഓരോ കണക്കിലും ഒരു മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളം പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ വശത്തിൻ്റെ നീളം കാണാനാണ്. 159ാമത്തെ പേജിലെ എക്സർസൈസാണ്. നോക്കണേ കുഞ്ഞുങ്ങളെ. ദ ലെങ്ത് ഓഫ് 2 സൈഡ് ഓഫ് സം റൈറ്റ് ട്രയാങ്കിൾസ് are given below. Calculate the length of the third side. ക്വസ്റ്റ്യൻ നോക്കണേ. മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനാണ്. അപ്പം നോക്കിക്കേ, ഇതിൻ്റെ പ്രത്യേകത എന്തോന്ന് പറയണോ, അതായത് നമുക്ക് പെർപെൻഡിക്കുലർ സൈഡാണ് തന്നിരിക്കുന്നത്. എന്താണ് ഈ പെർപെൻഡിക്കുലർ സൈഡ്? വല്ലതും അറിയാമോ എന്താ ഈ പെർപെൻഡിക്കുലർ സൈഡ് എന്ന്? അതായത് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കത്തില്ലേ? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇതാണ് എന്താ 90 ഡിഗ്രി വരുന്നത് ഈ കോർണറാണ്. അത് നമുക്കറിയാമല്ലോ, നമ്മൾ ഇതുവരെയുള്ള പാർട്ടിലെല്ലാം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി വരുന്നത് ഏതൊക്കെ സൈഡാണോ, മനസ്സിലായോ? ആ സൈഡുകളാണ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ, ലംബം അല്ലേ, നേരെ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് എവിടാണോ അതാണ് ഇനി അത് തെറ്റിപ്പോലെ ലംബ സൈഡ് അല്ലേ, ലംബ വശങ്ങൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡാണെന്ന് കൺഫ്യൂഷൻ അടിക്കണ്ട. എന്താ നിങ്ങളെ, ഇവിടെ 90 ഡിഗ്രി വരുന്ന ആ സൈഡുകളാണ്. ഇതെന്താ, ഇത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ലതുപോലെ കേൾക്കണം. നമ്മളോട് ചോദിച്ചത് പെർപെൻഡിക്കുലർ സൈഡ് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഒന്നുകിൽ ഇത് 6 ആക്കാം, ഇത് 8 ആക്കാം, അല്ലെങ്കിൽ ഇത് 8 ആക്കാം, ഇത് 6 ആക്കാം. തിരിച്ച് എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇത് തങ്ങളിൽ ഇതല്ല. അപ്പം നമുക്ക് എന്താ, ഏതെങ്കിലും 2 വശങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതല്ല, ആൾട്ടിറ്റ്യൂഡ് 8 സെൻറ്റിമീറ്റർ, ബേസ് അല്ലെങ്കിൽ പാദം, ബേസ് എന്ന് വെച്ചാൽ പാദം 6 സെൻറ്റിമീറ്റർ അല്ലേ, ആൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റ് അല്ലേ, എന്താ അതിന് നമ്മൾ ലംബം അല്ലേ, ലംബം എന്നാണ് മലയാളം. അങ്ങനെ സെപ്പറേറ്റ് തരികയാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇവിടെ മറ്റ് 2 വശങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ 6 എഴുതിയെന്ന് വിചാരിച്ചോ, ഇവിടെ 8 എഴുതിയെന്ന് വിചാരിച്ചോ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് ചോദ്യത്തിലോട്ട് നോക്കാം. പെർപെൻഡിക്കുലർ സൈഡ് 6, 8 ആണ്. നമ്മളിവിടെ 6ഉം ഇവിടെ 8ഉം കൊടുത്തു. ഇനി തിരിച്ചായാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടേണ്ട ഏതാ, മറ്റേ സൈഡ് എന്ന് വെച്ചാൽ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഏതാണ്, അതാണ് ഹൈപ്പോട്ടന്യൂസ്. അതൊക്കെ നമ്മൾ നല്ലതുപോലെ പറഞ്ഞതാണ്. ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള പൈതഗോറസ് തിയറി അനുസരിച്ച് അല്ലേ, പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് കാണണമെങ്കിൽ എന്താ, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. നമ്മളിത് കുറേ ചെയ്തതാണ് കേട്ടോ. എൻ്റെ ലിങ്ക് കണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുക, എന്താ നിങ്ങളെ, കർണം സ്ക്വയർ കാണണമെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. പാദം അല്ലെങ്കിൽ ബേസ് എത്ര, ഇവിടെ 6 സെൻറ്റിമീറ്റർ അല്ലേ, 6ന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്ര, 8. ആൾട്ടിറ്റ്യൂഡ് അറിയാമേ, നേരെ ഈ വരയ്ക്കുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് കേട്ടോ, മറക്കല്ലേ. ഇത് ബേസ് പാദ അല്ലേ. അപ്പോൾ 6ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ 36, 6 × 6 36, 8ന്റെ സ്ക്വയർ 8 × 8 8 64. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. ഹൈപ്പോട്ടന്യൂസ് കാണാൻ എന്ത് ചെയ്യണം, കൂട്ടുകയാണ്, മറക്കല്ലേ. നമ്മളതെല്ലാം പഠിച്ചതാ, കൂട്ടണം. 36 + 64 100 ഈ 100 എന്ന് പറയുന്നത് എന്താ, കർണം സ്ക്വയർ ആണ്. എന്താ നിങ്ങളെ, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് എന്ത് പറയുന്നത്, 100 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്ക്വയറിനെ ഒഴിവാക്കാമെങ്കിൽ എന്ത് എഴുതാം, നമുക്ക് H എങ്ങനെ എഴുതാം, സ്ക്വയറിനെ ഇപ്പുറത്ത് ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂട്ടാക്കുന്നത് കേട്ടോ. ഇപ്പം H സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ സ്ക്വയർ അല്ലേ. H സ്ക്വയർ ഈക്വൽ ടു 100 ആണെങ്കിൽ H ഈക്വൽ ടു എന്ത് ചെയ്യുക, റൂട്ട് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ, സ്ക്വയറിനെ സമത്തിൻ്റെ ഇപ്പുറത്ത് വന്നപ്പോഴാണ് √100. ഈ √100 നമ്മൾ പഠിച്ചതല്ലേ, എത്ര കുഞ്ഞുങ്ങളെ, 10 × 10 ആണ് 100. 10 2 വട്ടം വന്നല്ലേ, √10ന്റെ സ്ക്വയർ 10 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ, 100 വന്നതുകൊണ്ട്. 100 എന്ന് വെച്ചാൽ 10 × 10 10ന്റെ സ്ക്വയർ. അപ്പോൾ എന്താ അവിടെ 2 വട്ടം 10ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 100 എന്ന് പറയുന്നത് 10 കേട്ടോ, 10 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ആൻസർ. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു H ഈക്വൽ ടു എന്താണ്, 10 സെൻറ്റിമീറ്റർ. H സ്ക്വയർ 10ന്റെ സ്ക്വയർ ആണെങ്കിൽ H ഈക്വൽ ടു 10. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ആണല്ലോ. അടുത്തതും സെയിം ചോദ്യം തന്നെ. പെർപെൻഡിക്കുലർ സൈഡ് 9 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററുമാണ്. എന്താ, ലംബവശങ്ങൾ എത്രയ്ക്കാണ്, 9 സെൻറ്റിമീറ്ററും 12. ലംബവശങ്ങൾ പെർപെൻഡിക്കുലർ സൈഡ്. അപ്പോഴേ ഓർത്തോണം എന്താണ്, മുകളിൽ നിന്ന് താപ്പോട്ട് വരയ്ക്കുന്നുണ്ട്, ഇതാണ് ലംബവശങ്ങൾ. ഇവിടെ നമ്മൾ എന്താ
9 നമുക്ക് ഇവിടെ എഴുതാം, 12 നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. കാരണം മറ്റേ സൈഡിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഏതാണെന്ന് പറയുന്നില്ല, ഏതെങ്കിലും 2 വശങ്ങളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന് ഇത് ഇവിടെ എഴുതി പോയെന്ന് വിചാരിച്ചൊന്നും വിചാരിക്കേണ്ട കുഞ്ഞുങ്ങളെ, ഇവിടെ 2 ഇടം എവിടെ എഴുതിയാലും മതി. നമുക്ക് കാണേണ്ടത് ആരാണ്, നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, നമുക്ക് എന്താണ് എച്ച് തന്നിട്ടില്ല. അപ്പോൾ എച്ച് തന്നിട്ടില്ല, എച്ച് മീൻസ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം തന്നിട്ടില്ല. കർണം കാണാൻ നമ്മൾ കുറേ പഠിച്ചു അല്ലേ, ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബേസ് തന്നിട്ടുണ്ട് 12, ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 9. 12ൻ്റെ സ്ക്വയർ പ്ലസ് 9ൻ്റെ സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ 12 × 12 144 ആണ്. 9ൻ്റെ സ്ക്വയർ 9 × 9 81 ആണ്. 144 + 81 225 ആണ്. ഇനി ഈ 225 ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ സ്ക്വയർ പഠിപ്പിച്ചായിരുന്നു അല്ലേ, 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ അങ്ങനെ മിനിമം 20 വരെയും പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾക്കിപ്പോൾ 225 വന്നത്. ഇത് എന്തിൻ്റെ ആണെന്ന് പെട്ടെന്ന് ഡൗട്ട് അടിക്കാൻ നമ്മൾ ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ അല്ലേ, ഫാക്ടർ ചെയ്തതാണ് അല്ലേ. ഫാക്ടറൈസേഷൻ എന്താണ്, 225 എന്ന് എഴുതുക. ഇത് എളുപ്പവഴി നോക്കണേ നിങ്ങൾ, 225 എന്ന് എഴുതുക. ലാസ്റ്റിൽ 5 വന്നു കഴിഞ്ഞാൽ, ഏതൊരു സംഖ്യയുടെയും ലാസ്റ്റിൽ 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് 5ൻ്റെ ടേബിളാണ് സൗകര്യം. 5 എത്രയാണ്, 4 × 5 എത്ര, 20 ആണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമോ, 4 × 5 20 ആണ്. അപ്പോൾ ബാലൻസ് ഇവിടെ ഒരു 2 ഉണ്ട്, അതിനെ ഇപ്പുറത്തോട്ടിടുക. അപ്പോൾ 25. ഇതൊരു എളുപ്പവഴിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ, മനസ്സിലാക്കണേ. എന്താണ് 4 × 4 വന്ന എന്താ 22 എന്ന് പറയുന്നത് 5ൻ്റെ ടേബിളിൽ പറ്റുമോ, ഇല്ല. അപ്പം നമ്മൾ 4 × 5 20 എടുത്തു, 20. ഇവിടെ 22 ആയതുകൊണ്ട് 20 നമ്മൾ എടുത്തു, ബാലൻസ് ഒരു 2 വന്നു, അതിനെ ഇങ്ങോട്ട് വിട്ടു. ഈ 5 കൂടെ ആയപ്പം 25. ഇതൊരു എളുപ്പവഴിയാണ് കേട്ടോ, അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി. 5 × 5 25. അപ്പോൾ അത് ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ 45 × 5 ചെയ്ത് നോക്കുമ്പോൾ 225 വരുന്നു, ഒന്ന് നോക്കുക കേട്ടോ. ഇതൊരു എളുപ്പവഴി പറഞ്ഞതാണ്. ഇനി ലാസ്റ്റിൽ 5 വന്നതെങ്കിൽ നമുക്ക് 5ൻ്റെ ടേബിൾ എടുക്കാം. 5 എടുത്തു, എത്ര, 9 5 45. 9 വന്നാൽ 5 ഒന്നും പറ്റത്തില്ല, എന്താ 9 വന്നാൽ 3, 3 × 3 9, 1 × 3 9. ഇത് നമ്മൾ കുറേ ചെയ്താൽ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് പൊതുവായിട്ടുള്ളതിനെ എടുക്കാം. ഇവിടെ 5 അല്ലേ, പെയറായിട്ടുള്ളത് 5 2 അല്ലേ, ഒരു വട്ടം 3 ഒരു വട്ടം പെയറാണ്. 5 × 3. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേ നോക്കി, അവർ ജോഡികളായിട്ടുള്ളതിനെ ഓരോന്ന് വട്ടം എടുത്താൽ മതി കേട്ടോ. 5 ഒരു വട്ടം, 3 ഒരു വട്ടം. 5 × 3 15ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ h² എങ്ങനെ എഴുതാം, 15ൻ്റെ സ്ക്വയർ. സ്ക്വയർ ഇപ്പുറത്ത് പോയി അല്ലേ, 15ൻ്റെ സ്ക്വയർ അല്ലേ ആണല്ലോ. അപ്പോൾ h 15 എന്ന് വരും. 15ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര നമുക്കറിയാം, 225 ആണ് അല്ലേ. അപ്പോൾ h 15 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് മുമ്പലത്തെ 10 സെൻറ്റിമീറ്റർ, ഇപ്പോഴത്തെ 15 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. പെർപെൻഡിക്കുലർ സൈഡ് സെയിം, അടുത്തതും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പെർപെൻഡിക്കുലർ സൈഡ് 7 സെൻറ്റിമീറ്റർ 24 സെൻറ്റിമീറ്റർ. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കിത് 7 24 ഹൈപ്പോട്ടന്യൂസ് കാണുക. ഹൈപ്പോട്ടന്യൂസ് കാണുന്ന ഇപ്പോൾ ഒത്തിരി വട്ടം പറഞ്ഞു, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബേസ് 24 ആണ്, ആൾട്ടിറ്റ്യൂഡ് 7 ആണ്. 24ൻ്റെ സ്ക്വയർ 576 ആണ്. അതായത് 24 × 24 ചെയ്ത് നോക്കുക, 576 ആണ് വരുന്നത്. 7 7 49, അത് നമുക്കറിയാം. അപ്പോൾ h² 625. അപ്പോൾ h എന്താ, സ്ക്വയർ അപ്പുറത്ത് പോയി, അപ്പോൾ റൂട്ട് വന്നു 625. 625 എന്ന് പറയുന്നതിന് ഏതാണെന്ന് നമുക്ക് സംശയമുണ്ട്. ചിലവർക്കൊക്കെ ഇപ്പോൾ അറിയായിരിക്കും, പഠിച്ചു വെച്ചിരിക്കണം. 625 എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് നോക്കിക്കേ. അറിയാൻ വയ്യാത്തവർ ഫാക്ടറൈസ് ചെയ്യുക. 5 ലാസ്റ്റ് വന്ന 5ൻ്റെ ടേബിൾ കണ്ടോ. അപ്പോൾ ഇവിടെ പെയറായിട്ടുള്ള ഏതാ, നമുക്ക് പെയർ എടുക്കാം. 1 2 2 ഇല്ലേ, 5 2 വട്ടം. 5 അതായത് 1 2 3 4 അല്ലേ, 5 2 വട്ടം കണ്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും 5 × 5 25 എന്നും എഴുതാം. 5ൻ്റെ സ്ക്വയർ × 5ൻ്റെ സ്ക്വയർ, അതായത് ഇവിടെ 5 2 വട്ടം, ഇവിടെ 5 2 വട്ടം അല്ലേ. അപ്പോൾ 5 × 5 25ൻ്റെ സ്ക്വയർ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് ആ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് 14 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും, അതും സെയിം തന്നെ. എന്താ
പെർപെൻഡിക്കുലർ സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത് 48, 14. അപ്പം നമുക്ക് എന്താ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ചെയ്ത 4 കണക്കും ഹൈപ്പോട്ടന്യൂസ് കാണാനാണ്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബേസ് സ്ക്വയർ 48ൻ്റെ സ്ക്വയറാണ്. 48 × 48 2304 ആണ് കേട്ടോ. 2304 ചെയ്ത് നോക്കണേ നിങ്ങളെ. ആരെങ്കിലും ചെയ്തിട്ടത് കണ്ട് ചെയ്ത് തന്നെ ചെയ്യാൻ പഠിക്കണമെങ്കിലേ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം 48 × 48 2304. പിന്നെ 14ൻ്റെ സ്ക്വയർ 14 × 14 196. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2500 കിട്ടും. 2304 അധികം 196 2500. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? h² = 2500. അപ്പോൾ നമ്മൾ എന്താ സ്ക്വയറിനെ എടുത്ത് അപ്പുറത്തിടുമ്പോൾ √2500. 2500 എന്ന് പറയുന്നത് നോക്കണേ നിങ്ങളെ, എന്തിൻ്റെ സ്ക്വയറാണ് 2500 എന്ന് പറയുന്നത്? എന്താ 50ൻ്റെ സ്ക്വയറാണ്. അതായത് 5 × 5 25 അല്ലേ. 50 × 50 എന്ത് പറയുന്നത്? അതായത് 5 5 25. പിന്നെ ഈ 2 0 കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര? 50 × 50ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ കിട്ടി? 50 സെൻറ്റിമീറ്ററാണ് നാലാമത്തേതും കിട്ടിയത്. ഓക്കെ ആണോ? അഞ്ചാമത്തത് ഹൈപ്പോട്ടന്യൂസ് 17 സെൻറ്റിമീറ്റർ. അനദർ സൈഡ്. ഇനി നോക്കണം, ഇതുവരെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കർണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. വലിയ വശം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റേതെങ്കിലും ഒരു സൈഡ് ഒന്നുകിൽ ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം കേട്ടോ. മറ്റൊരു വശവും നമുക്ക് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ. എന്തോ ചെയ്യും? ഇതെല്ലാം ഞാൻ പാർട്ട് 3യിൽ നിങ്ങളോട് ഇത് ഒന്ന് മനസ്സിലായെങ്കിൽ പാർട്ട് 3 എടുത്ത് നോക്കണേ നിങ്ങൾ. അതിനകത്തിൽ പൈതഗോറസ് തിയറി വെച്ച് എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത്, അതായത് ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് ബേസും ഹൈപ്പോട്ടന്യൂസും ആൾട്ടിറ്റ്യൂഡും കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങളത് കയറി കാണുക. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണെന്നുണ്ട് ഇങ്ങനെ ലംബം അല്ലേ, നേരെ താപ്പോട്ട്. ഇത് നമുക്ക് തന്നിട്ടില്ല. അത് തന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ബേസ് അങ്ങ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടാണ് നമ്മൾ ഈ 15 എഴുതിയെങ്കിലോ ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ആൾട്ടിറ്റ്യൂഡ് മൈനസ് ചെയ്താൽ മതി. അതായത് കർണം ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടി മാത്രമേ നമ്മൾ കൂട്ടുന്നുള്ളൂ. ബാക്കി 2 എണ്ണവും കാണാനാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് കുറച്ചാണ്. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഈ പാഠം ഓക്കെ നിങ്ങൾ കേട്ടോ. എന്താ പറഞ്ഞത്? ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് നമുക്ക് ആൾട്ടിറ്റ്യൂഡാ കാണണമെങ്കിൽ തന്നിരിക്കുന്ന 2ഉം കൂടെ കുറയ്ക്കുക കേട്ടോ. ബേസ് ആണെങ്കിലും എന്ത് ചെയ്യുക? ഹൈപ്പോട്ടന്യൂസിൽ നിന്നും തന്നിരിക്കുന്ന 2 എണ്ണം കൂടെ കുറയ്ക്കുക. ഇനി ഹൈപ്പോട്ടന്യൂസ് കാണാൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൂട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് അല്ലേ, അപ്പോൾ കുറയ്ക്കുക. ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ബേസ് കുറയ്ക്കുക. ഹൈപ്പോട്ടന്യൂസ് 17ൻ്റെ സ്ക്വയർ 289. സംശയമുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. 289 ആണ്. അതുപോലെ 15ൻ്റെ സ്ക്വയർ 225 ആണ്. 289 നിന്ന് 225 പോയാൽ 64 ആണ് അല്ലേ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ സ്ക്വയർ മാറ്റിയാൽ നമുക്ക് എന്താ √ഇട്ട് കൊടുത്തുകൂടായോ? ഈ 64 എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, ചെയ്യാൻ തന്നെ അറിയാം അല്ലേ. 8 × 8 64 ആണ്. അതായത് 8ൻ്റെ സ്ക്വയറാണ് 64. അപ്പോൾ 8 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? ലാസ്റ്റ് കണക്ക് ഹൈപ്പോട്ടന്യൂസ് 34 സെൻറ്റിമീറ്റർ അനദർ സൈഡ്. ഈ സെയിം ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതി തന്നെ. എന്താ? ആൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ല. ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ബേസ് അങ്ങ് കുറച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാണ്? 34 ആണ് അല്ലേ. വലിയ വശമാണ് ഹൈപ്പോട്ടന്യൂസ്. വലിയ വശം അതായത് ഈ ഡിഗ്രി, ഈ ആംഗിൾ വട്ടത്രികോണത്തിൻ്റെ ഓപ്പോസിറ്റ്, ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഡിഗ്രിയുടെ. അപ്പം h-ൻ്റെ സ്ക്വയർ 34, b-യുടെ സ്ക്വയർ 30, 34ൻ്റെ സ്ക്വയർ 1156, 30ൻ്റെ സ്ക്വയർ 900. 1156 നിന്നും 900 പോയാൽ ബാക്കി 256 ആണ് അല്ലേ. ഇതെന്താ? ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് 256. അപ്പം സ്ക്വയർ മാറ്റിയാൽ നമുക്ക് √ഇട്ട് കൊടുക്കാം അല്ലേ. എൽ മീൻസ് ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ലംബമാണ്. മലയാളംകാരും കേട്ടോണേ നിങ്ങളെ. ലംബം എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ലംബം ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ലംബം √256. അപ്പം 256 എന്ന് പറയുന്നതിനെ പെട്ടെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ഫാക്ടർ ചെയ്യുക. നോക്കിയേ, എല്ലാ ഈവൻ നമ്പറുകളാണ് ലാസ്റ്റിൽ വന്നത് അല്ലേ. അപ്പം നമുക്ക് എല്ലാം 2 വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 2 വന്നു. അപ്പോൾ പെയറായിട്ട് എടുക്കുമ്പോൾ എത്ര? 4 എണ്ണേ വരത്തുള്ളൂ. അതറിയാലോ പെയർ. 8 എണ്ണം വന്നാൽ അതിൻ്റെ പകുതി 4 എണ്ണം. 2 2 4 4 2 8 8 2 16 ആണ് ഇവിടുത്തെ എന്ത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇത് ഇത്രയും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അതിനകത്തുള്ള 2-3 കണക്കൂടുണ്ട്. ലാസ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇത് നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾ കമൻറ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് ഇടുക. എന്തെങ്കിലും അല്ല, മനസ്സിലായെങ്കിൽ മനസ്സിലായി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.